ടിനി ടോം ടോ ടിനി ടോമിനെതിരെ ഒരു കഠിന വെടി പൊട്ടിച്ചിരിക്കുകയാണ് അൻസിബ ഹാസൻ. എന്താ സംഭവം? മിസ്റ്റർ ടിനി ടോം, അൻസിബ ഹാസൻ എന്നുള്ള പേര് നിനക്ക് വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ? വിമർശനം ഉന്നയിക്കുന്നവരെ ഒന്നുകിൽ ജിഹാദിയാക്കും അല്ലെങ്കിൽ രാജ്യദ്രോഹിയാക്കും. എന്ത് ബോൾഡ് ആയിട്ടാണ്, എന്ത് സ്പഷ്ടമായിട്ടാണ് അൻസിബ ഹാസൻ മാധ്യമങ്ങൾ വന്നിട്ട് പറയുന്നത്. അൻസിബ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പണ്ടത്തെ തമ്പ്രാന്റെ കാലമൊന്നുമല്ലോ ഓംബ്ര ഓംബ്ര എന്നും പറഞ്ഞിട്ട് പുറകെ നടക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നോ എന്ന് പറഞ്ഞതിന് ജിഹാദിയാക്കാനും മതപരിവർത്തനം നടത്തുന്ന ആളാണെന്ന് പറയാനും അതുപോലെ തന്നെ DNA ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ മിസ്റ്റർ ടിനി ടോ. നമുക്ക് ആദ്യം അൻസിബ പറയുന്നത് എന്താണെന്ന് നോക്കാം. അമ്മയുടെ കുടുംബസംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ധാർമ്മികത കാരണം ഞാൻ പറഞ്ഞു അത് നടക്കൂല. 32 വർഷമായിട്ട് അമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു മതം കയറ്റിയാൽ അടുത്ത മതചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, മറ്റൊരു ചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, പാർട്ടി കയറേണ്ടി വരും. ഇത്തരത്തിൽ മതം കയറിക്കഴിഞ്ഞാൽ ഇത് കലാകാരന്മാരുടെ സംഘടനയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും എതിരഭിപ്രായം പറഞ്ഞു. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ലേ അത്. ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ജിഹാദിയായിട്ട് ചിത്രീകരിക്കുകയാണോ വേണ്ടത്? അങ്ങനെ ജിഹാദിയാക്കിയും വ്യക്തിഹത്യ നടത്തിയും അപവാദങ്ങൾ പരത്തിയും അവിഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞു പരത്തിയും ഒരാളെ രാജിവെക്കുന്നിടത്ത് വരെ കൊണ്ടെത്തിച്ചു. ഈ അൻസിബ ജോയിന്റ് സെക്രട്ടറി അമ്മയല്ല AMMA എന്ന സംഘടനയിൽ ജോയിന്റ് സെക്രട്ടറി ആവുന്നത് തെരഞ്ഞെടുക്കുന്നത് എതിരില്ലാതെയാണ്. അപ്പോൾ തന്നെ ചില മുറുമുറുപ്പുകളൊക്കെ അവിടുന്നും ഇവിടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനൂപ് ചന്ദ്രൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അൻസിബയ്ക്കെതിരെ. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ വീഡിയോ അനൂപ് ചന്ദ്രൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അൻസിബ ഇത് EC കമ്മിറ്റി, അടുത്ത EC കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ ആ പരാതിയൊക്കെ ചവറ്റുകുട്ടിയിൽ എഴുതി തള്ളുകയാണ് ഉണ്ടായത്. നമുക്ക് ബാക്കി അൻസിബ പറയുന്ന കൂടെ കേൾക്കാം. ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ മാനസിക പീഡനം എന്ന് പറഞ്ഞ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിഹിത കഥകള്, അവിഹിത കഥകളുടെ പല പല വേർഷൻസ് ഉണ്ട്. അത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത്? അത് ഒരു ഗ്യാങ്ങിൽ നിന്നാണ് വരുന്നത്. പുരുഷന്മാർ മാത്രമേ ഉള്ളൂ? പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. മറ്റൊരു വനിതാ അതായത് ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതുവരെ അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊക്കെ ചില ദുരൂഹതകളുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കണം. കാരണം AMMA ബൈലോ അനുസരിച്ച് അൻസിബ പറഞ്ഞു വെക്കുന്നത് അതിനെയാണ്. AMMA ബൈലോ അനുസരിച്ചിട്ട് ഒരു അംഗത്തിനെതിരെ അവർ വീഡിയോ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് ബൈലോയിലുണ്ട്. ആ ബൈലോ വെച്ചിട്ടാണ് ആദ്യം അനൂപ് ചന്ദ്രനെതിരെ പരാതി അവിടുത്തെ പ്രസിഡന്റിന് കൊടുക്കുന്നത്. അതും എടുത്ത് ചവറ്റുകൂടയിൽ കഴിഞ്ഞു. അതിനുശേഷം ഈ AMMA ഒരു കുടുംബസംഗമം നടത്തുമ്പോൾ അതിന് ഒരു മതസ്ഥാപനം സ്പോൺസർഷിപ്പായിട്ട് വരികയാണ്. അപ്പോൾ ഇതൊരു കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഘടനയാണ്. ഇതിലൊരു മതസ്ഥാപനത്തെ കൊണ്ടുവരാൻ പാടില്ല. അതൊരു ഹിന്ദു മതസ്ഥാപനം തന്നെയാണ്, തന്നെ ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഞാൻ സെർച്ച് നോക്കിയാൽ കിട്ടുന്നത് ഏത് മതസ്ഥാപനമാണെന്നുള്ള കിട്ടിയിട്ടില്ല. അപ്പോ ഒരു മതസ്ഥാപനം ഇങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് അൻസിബ EC പറയുന്നു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പറയുന്നു. അതിൽ അൻസിബയുടെ വാക്കുകളിൽ നിന്ന് അതിന് നോ പറഞ്ഞത് വേറെ സന്തോഷ് കീഴായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭൂരിപക്ഷ അംഗങ്ങളുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കും. ഇതിന് ശേഷമാണ് അൻസിബയ്ക്കെതിരെ ഈ ടിനി ടോ വന്നിട്ട് ഈ ജിഹാദി ചുമത്തലും മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞിട്ട് ടോർച്ചർ ചെയ്യലും അതേപോലെ തന്നെ അവിഹിത കഥകൾ, അവർക്ക് ആരുടെയൊക്കെ പ്രേമുണ്ട്, ആരൊക്കെയാണ് ഇവിടെ പ്രേമിക്കുന്നത് എന്നൊക്കെ വന്നിട്ട് പറഞ്ഞ് പരത്ത ഒരു ഗോസിപ്പ് ഉണ്ടാക്കുക. ഇതായിരുന്നു ടിനി ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കംപ്ലൈൻസ് ഒക്കെ അൻസിബ മെയിൽ വഴിയായിട്ടും നേരിട്ടും ECയിലും നേരിട്ടും പ്രസിഡന്റിനോട് പറഞ്ഞാണ്. പക്ഷെ നോ രക്ഷ. ശ്വേതാമാനാണല്ലോ ഇപ്പോ AMMA പ്രസിഡന്റ്. പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് നത്തിങ് ടു ഡു ഇറ്റ് അമ്മ എന്നാണ്. അപ്പോ എന്ത് കോപ്പിനാണ് നിങ്ങൾ അവിടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്? ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അമ്മയുടെ വിഷയമല്ല എന്ന് കൈകഴിയിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ മെമ്പറിന്റെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക? അപ്പോൾ എന്തിനാണ് ഈ സംഘടന? സ്പോൺസർഷിപ്പ് കൊണ്ട് പ്രോഗ്രാം മാത്രം നടത്താൻ വേണ്ടിയിട്ടാണോ ഈ സംഘടന? തന്നെ ഇതിലൊരു വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ഈ അമ്മയുടെ വീണ്ടും അമ്മ തന്നെ വരുന്നല്ലോ, AMMA. ഇതിന്റെ ബൈലോ അനുസരിച്ചിട്ട് ഇതൊരു ട്രസ്റ്റ് ചാരിറ്റബിൾ പോലെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ബൈലോ അനുസരിച്ചിട്ട്. അപ്പോ ഡൊണേഷൻ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ, സ്പോൺസർഷിപ്പ് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഈ മതസ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയത് സ്പോൺസർഷിപ്പാണ്.
അതിന് ഹൻസിബ പറയുന്നുണ്ട്, പിന്നെ ഇത് ഒരു പരാതി പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ 75 ലക്ഷമാണ് വാങ്ങിച്ചെടുത്തത്, 2 കോടി പറഞ്ഞെങ്കിൽ 2 കോടി വരെ കിട്ടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ശ്വേത മേനോൻ. ഇനി ടിനിടോന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൻസിബ ടിനിടോനെ പറ്റി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ ഭാഷ ശരിയല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ച സമയത്ത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മോശം അശ്ലീല പദങ്ങൾ നീലാക്കുറിപ്പിനകത്ത് അങ്ങനെ പറയുന്നതായിട്ട് അശ്ലീല പദങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ഇദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, അൻസിബ ആയിരുന്നല്ലോ സപ്പോർട്ട് ചെയ്തത്, ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചപ്പോ IFFK ഡിന്നർ കൊടുത്തതിന്. അപ്പൊ അൻസിബ ഞങ്ങളെ പറ്റിച്ചതാണ്, ഞങ്ങളെ പറ്റിച്ചിട്ടാണ് സെക്രട്ടറി ഇത് നേടിയെടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ മനുഷ്യ, ഇത്രയും പ്രായമുള്ള നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോ മോശമല്ലേ, അത് വിവരക്കേടാണ് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ പറയും. അതുപോലെ ഞാൻ നോമ്പിന്റെ സമയത്ത്, ഈ കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് ഞാൻ ഓൾറെഡി സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉച്ച വരെ ഇരിക്കുള്ളൂ EC മീറ്റിങ്ങിന്, എനിക്ക് വയ്യാണ്ടാവും, നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ ഉച്ചയ്ക്ക് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ EC മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ചിലപ്പോൾ പറയണത് 3 മണിക്കൊക്കെയാണ്, 3, 3:30, 4 മണിക്കൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ആ EC മീറ്റിങ്ങിന് പോയ സമയത്ത് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ലഞ്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും 1/4 മണിക്കൂർ വീണ്ടും പ്രസിഡന്റും എല്ലാവരും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടായിരിക്കും ജോയ് മാത്യു സാർ ആദ്യം എഴുന്നേറ്റ് പോയി, പിന്നെ വേറെ ഏതോ 1-2 അംഗങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പം ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോകുന്നുള്ളത്. അപ്പം ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അവിടെ. അപ്പൊ തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞു, കണ്ടോ അവള് കാണിച്ചത് കണ്ടോ, അവളുടെ DNA ആണ് അവള് കാണിച്ചതെന്ന്. അപ്പൊ തന്നെ നീന ചേച്ചി ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് എന്നെ വിളിച്ചു. ഞാനപ്പോൾ തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്നത് ഈ ശബ്ദമാണ്. അപ്പോൾ ടിനിച്ചേട്ടൻ DNA കാര്യം പറയുന്നു. അപ്പോൾ നീന ചേച്ചി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയാൻ പറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോഴേക്കും DNA ശരിയല്ലാത്തത് ആർക്കാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, മിസ്റ്റർ ടിനിടോ. ഓക്കെ, ആരുടെ DNA ആണ് ശരിയില്ലാത്തത്? അൻസിബ ഹാസന്റെ DNA ആണോ, അല്ല ടിനിടോമിന്റെ മകന്റെ DNA ആണോ ശരിയല്ലാത്തതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോയും കാണിക്കാം. ഇത് ടിനിടോമിന്റെ മകൻ നടത്തിയ ഒരു ലീലാവിലാസമാണ്. ലീലാവിലാസം എന്നല്ല, ഒരു വീട്ടിൽ കയറിയിട്ട് അത് ഏത് വീടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല, അതിനെ കല്ലെറിയുകയും അതിനൊരു വീഡിയോ നിങ്ങൾ കാണിക്കാം. ടിനിടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്, കണ്ടോ? വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. മാഡം, ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാക്കടാ, നീ തെരുവിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെരുവിളിക്കണേ? പറഞ്ഞാൽ കേട്ടില്ല നീ തെരുവിളിക്കുക. ഞാൻ കൊച്ചാന്ന് പറഞ്ഞാൽ കേട്ടില്ല നീ തെരുവിളിക്കുക. പറയണ്ടല്ലോ. പറഞ്ഞാൽ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാൽ കേട്ടില്ല നീ തെരുവിളിക്കുക. പറഞ്ഞാൽ കേട്ടില്ല നീ തെരുവിളിക്കുക. എടുത്തെറിയടാ വൈര്, നീ എറിയടാ, നീ ഇങ്ങോട്ട് നെഞ്ചത്തിട്ടെറി, നീ ഇപ്പെറി, എറിയടാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ടിനിടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനിടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ അറച്ചിട്ടൂടെ, ടിനിടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ, എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? ഇവനാണ് സംസാരിച്ചത്. ഇവനാ സംസാരിച്ചത്, പറഞ്ഞു. ടിനിടോമിന്റെ മകനാണ്, സെലിബ്രിറ്റി ടിനിടോമിന്റെ മകനാണ്. കഞ്ചാവടിച്ച് കഴിഞ്ഞ തവണ പാതാളത്ത് വണ്ടി ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസിൽ പോയി. ഇപ്പൊ അതേ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓ റിയലി റിയലി വണ്ടി ഡമ്പിലൊക്കെ മറ്റേ പ്ലേറ്റ് എടുത്തിട്ടെ എറിയും. ഓ നീ ഇങ്ങോട്ട് വാടാ, വേറെ കാര്യം പറയാലോ. നീ കയറിവാടാ. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. ടിനിടോമിന്റെ മോനാണ് കേട്ടോ ചേട്ടാ. വിജയമോഹൻ പൊളി വിജയമോഹൻ ആരാ? ഇവിടുത്തെ പ്രസിഡന്റാ. നിങ്ങൾക്ക് ഇതല്ല പ്രശ്നം. വിജയമോഹൻ എന്റെ ആരാ? നിങ്ങളുടെ നിക്കണ വില്ലയുടെ പ്രസിഡന്റ് ഇവിടുത്തെ അസോസിയേഷൻ. അതിനാ വില്ലയുടെ പ്രസിഡന്റാ? വിധി ഈ വില്ലയുടെ പേരിലല്ലല്ലോ.
വില്ലയാളുടെ പേരിലല്ലല്ലോ, എന്റെ പേരിലാ, എന്റെ പേരിലാ. അപ്പോ ഇതാണ് ആ വീഡിയോ. ഇത് ടിനി ടോമിന്റെ മകനാണ്. ഇപ്പം ടിനി ടോന് മനസ്സിലായല്ലോ DNA ആരുടേതാണ് പ്രശ്നം എന്നുള്ളത്. അൻസിബ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ ടിനി ടോം എന്നത് ചിരിച്ചിട്ട് കഴുത്തെറുക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾക്കാരുടെ മുന്നിൽ മാന്യതയുടെ കുപ്പായിട്ടിട്ട് ഉള്ളിൽ കാളകൂട വിഷം കണ്ടു നടക്കുന്ന ഒരു ഡാഷ്. ഇതില് കുറച്ച് കാര്യങ്ങളോട് നടത്തുന്നുണ്ട്. ഈ മതസ്ഥാപനത്തിന്റെ വിഷയം വന്നല്ലോ, ഈ സ്പോൺസർഷിപ്പ് സംബന്ധമായിട്ട്. അപ്പോൾ അതിൽ അൻസിബ ഹസൻ നോ പറഞ്ഞതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞിട്ട് അതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു നടി അൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ഹാസൻ അയച്ച മെസ്സേജ് കാരണം എന്റെ ഭർത്താവ് എന്നെ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. അതിന് അൻസിബയെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം ഖേദം പ്രകടിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഒരു ലെറ്ററൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കായിരുന്നു. അൻസിബ ചോദിക്കുന്നത് ഈ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിനെങ്കിൽ അതിനെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടാവില്ലേ, FIR എടുത്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് മതസ്ഥാപനത്തിന്റെ കാര്യം പറഞ്ഞ് EC കമ്മിറ്റിയിൽ പറഞ്ഞതിന് ശേഷമാണ് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 100% ലാഭം ഉള്ള പരിപാടിയാണ് ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളതൊക്കെ. എന്തായാലും AMMA സംഘടനയ്ക്ക് ഭാവനാശാപം വിട്ടുപോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ എൻഡ് എന്തായിരിക്കും? അൻസിബയ്ക്ക് കുറച്ച് സിനിമാ അവസരങ്ങൾ നഷ്ടമാകും, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ അൻസിബ പറഞ്ഞത് സത്യമാണെങ്കിൽ എന്തായാലും അതിലൊരു സ്ലീപ്പർ സെല്ല് ഉണ്ടാവുമല്ലോ പ്രതികരിക്കാനുള്ളത്. അവരെന്തായാലും പുറത്തേക്ക് വരും തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അൻസിബയുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.